ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കിട്ടിയ മീൻ ഉച്ചക്കേക്കുള്ള കറിക്ക് കുഞ്ഞുമത്തിയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞമത്തി ഞാൻ ഈ ഇടയ്ക്ക് കിട്ടിയത്, ഇപ്പം അധികം കുഞ്ഞുമത്തി തന്നെ ഈ ഇടയ്ക്ക് കിട്ടിയത് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. അതിന് ഷോർട്ട് വീഡിയോയിലിട്ടിട്ട് പിന്നെ പുളിയും മുളകെല്ലാം ഇട്ടതും ഉണ്ടായിന് കേട്ടോ. അതും ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ ഇത് ഇന്ന് കുഞ്ഞുമത്തി തന്നെ ഇട്ടിട്ടുണ്ടായിന്. ഇന്നലെ പുയ്യാപ്പിളയാണ്. പിന്നെ അതെല്ലാം മുറിച്ചെടുത്തിട്ട് നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുരട്ടി വെക്കാൻ വേണ്ടി നോക്കലാന്നേ. അപ്പം കപ്പക്കയും പരിപ്പെല്ലാം ആവുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇത് മുറിച്ചിട്ട് പുരട്ടി വെച്ച് അരവ് പിടിക്കുമല്ലോ. അങ്ങനെ കുറച്ച് സമയം അരവെല്ലാം അതിൽ പിടിച്ചതിന് ശേഷം ഞാൻ പൊരിച്ചെടുക്കും കേട്ടോ. അല്ലെങ്കിൽ എന്തോ പച്ച പോലെ തോന്നേ. അപ്പോൾ കുറച്ച് സമയമായിട്ട് ഇരിക്കട്ടെ. പിന്നെ നമുക്കിനി കപ്പക്ക മുറിക്കാനുണ്ട്. കപ്പക്ക ഇപ്പം പറിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ വിനോദേട്ടൻ. അപ്പോൾ അതെല്ലാം മുറിച്ചെടുക്കട്ടെ. ഈ മുറത്തിൽ വെച്ച് മുറിക്കുന്ന അന്നേരം കുരുവെല്ലാം അതിലിട്ടാൽ പിന്നെ നമുക്കത് അങ്ങനെ കുരുവും തൊലിയും എല്ലാം പുറത്തു കൊണ്ടുപോയി വേഗം കളയാൻ എളുപ്പമല്ലേ. എന്നിട്ട് മുറം കഴുകിയെടുത്താൽ മതിയല്ലോ. പിന്നെ അതിനെല്ലാം കപ്പക്കേനെ അങ്ങനെ തന്നെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഇങ്ങനെ ഇതാക്കി എടുക്കലാന്ന് കേട്ടോ. ഇതിലിങ്ങനെ കത്തിയിലിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ കുറേ ടൈം എടുക്കൂലേ. ഇത് ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ചിരണ്ടി എടുക്കൂലേ. ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ കൈക്ക് വേദനയാണ്, ഷോൾഡറിന്. എന്നാലും ഇതാണ് എളുപ്പം ഒന്നും കൂടി. മറ്റേത് ചെറുതായി കൊത്തി അരിയുന്നതിനേക്കാളും അങ്ങനെ കപ്പക്കയെല്ലാം മുറിച്ചെടുത്ത് കണ്ട നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ആ കുഞ്ഞു കഷ്ണം കണ്ട ബോണിയിൽ അത് ഇങ്ങനെ ഇതാക്കാൻ വേണ്ടി എനിക്ക് പേടിയാട്ടോ. കൈ ഇങ്ങനെ അരിഞ്ഞു പോയാൽ അതിൻ്റെ കയ്യിൽ തൊലി പോകുമെന്ന് പേടിച്ചിട്ട് അതാണ്ട് ഇടുമായിരുന്നു. അതിന് കത്തി കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിടുവേ. അപ്പോൾ അതെല്ലാം അരിഞ്ഞെടുക്കുകയെന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കറി കുഞ്ഞമത്തി പൊരിച്ചതോ കപ്പക്ക ഉപ്പേരി, തോരനും എന്നും പറയാം, ഉപ്പേരിയാന്ന് നമ്മൾ പറയൽ. പിന്നെ പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിക്കുന്നത്. പരിപ്പ് കറി കുക്കറിലിടണം അത്രേ. പിന്നെ ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കടുവും കറിവേപ്പിലെല്ലാം ഇട്ടിട്ട് നമ്മളെ ചുവന്ന മുളകിൻ്റെ ഇടിച്ചതില്ലേ അതും കൂടി ഇട്ടിട്ട് ഒന്നിളക്കിയതിന് ശേഷം നമുക്ക് ഈ മുറിച്ച് വെച്ച കപ്പക്കയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അധികം എണ്ണയാകുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞു പോകുന്നു. അതുകൊണ്ട് ഈ കപ്പക്കൊക്കെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കേട്ടോ. എന്നാലാണ് ഇങ്ങനെ നമുക്ക് എല്ലാം വേറിട്ട് കിട്ടല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്ത് കൊടുക്കണം അത്രേ. ആദ്യം ഒന്ന് കടുവെല്ലാം ഒന്ന് കരിയുന്നതിന് മുമ്പിലൊന്ന് ഇളക്കി കൊടുത്തിരുന്നത്. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. കപ്പക്ക നമ്മളെ വീട്ടിൽ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇന്ന് ഉപ്പേരിയൊക്കെ കടയിൽ നിന്നൊന്നും വാങ്ങിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങാത്ത ദിവസം നമ്മളെ വീട്ടിൽ നിന്ന് പറിച്ചിട്ട് ഉണ്ടാക്കൽ തന്നെ. അപ്പോൾ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ആവിയിലൊന്ന് വേവട്ടെ. പിന്നെ ഇതാ കുക്കറിലേക്ക് പരിപ്പ് ഇടുകയെന്നിട്ട് ആ ചുവന്ന പരിപ്പാണ് മാവേലിയിൽ നിന്ന് കിട്ടിയ. അപ്പം ഞാൻ മാവേലിയിൽ നിന്ന് കിട്ടിയ സാധനമെല്ലാം ഇങ്ങനെ ഇടുന്ന ഓരോ അളവിലും ഇടുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന് ഷോർട്ട് വീഡിയോ. അതിന് എനിക്ക് കുറച്ച് സബ്സ്ക്രൈബറെല്ലാം കിട്ടീന് കേട്ടോ. ആ വീഡിയോ കണ്ടവർക്കും എല്ലാവർക്കും താങ്ക്സ് പറയുന്നത്. അപ്പോൾ 90 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് 100ലേക്ക് എത്തിച്ചാൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ തക്കാളി, ആ പരിപ്പിലേക്ക് ഒരു തക്കാളി, ഒരു വലിയ തക്കാളി, ഒരു വലിയ ഉള്ളി, 2 പച്ചമുളക് ഇതെല്ലാം മുറിച്ചിട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഞാൻ പരിപ്പ് ചുവന്ന പരിപ്പാണ്, വേഗം വേവുന്ന പരിപ്പല്ല. അതുകൊണ്ട് ഞാൻ ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കും. എൻ്റെ അമ്മ പറഞ്ഞു കേട്ടോ, എന്നാലേ കഷ്ണത്തിലെല്ലാം ഉപ്പ് പിടിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. അപ്പോൾ കുറച്ച് എണ്ണയും കൂടി അത് തിളച്ച് മറിയാതിരിക്കുക, അങ്ങനെ പതച്ച് പൊങ്ങാതിരിക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വേവിക്കാൻ വെച്ചു. 2 വിസിൽ വരുന്നവരെ അവിടെ നിൽക്കട്ടെ. നമുക്ക് 2 വിസിൽ വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ എൻ്റെ കപ്പക്ക ഉപ്പേരിയിൽ റെഡിയായി മാറ്റി വെച്ചിട്ട് അതിന് കുഞ്ഞുമത്തി പൊരിക്കാൻ വേണ്ടിയിട്ട് നോക്കലാണ്. ഗ്യാസുമ്മേൽ ഇങ്ങനെ തെറിച്ചതില്ലേ, നമുക്ക് അന്നേരം തന്നെ തുടച്ചാലൊരു നല്ല ഇതല്ലേ. അങ്ങനെ അതിങ്ങനെ
ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടക്കും തന്നെ. എന്നാലും വലിയ വൃത്തിയൊന്നും ആവില്ല. എന്നാലും എണ്ണയിൽ ഇങ്ങനെ തീർച്ചയായിട്ടും നമുക്ക് തുടച്ചെടുത്താൽ കുറച്ച് വൃത്തി ഉണ്ടാവും. പിന്നെ ഉച്ചയ്ക്ക് ചോറെല്ലാം ഉണ്ടതിന് ശേഷം പാത്രമെല്ലാം കഴുകി കഴിയുമ്പോൾ ഒന്നുകൂടി വൃത്തിക്ക് തുടക്കൽ. പിന്നെ ആദ്യം രാത്രി ഇതന്നെ പണി. പിന്നെ ഇത് കണ്ട, ഇത് കഴിഞ്ഞ വർഷം ഞാൻ ഉപ്പിലിട്ട് വെച്ച കേട്ടോ. എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെയല്ലേ മാങ്ങേനെ. ഇങ്ങനത്തെ 2-3 കുപ്പി എൻ്റെ അടുത്തുണ്ട്. ഇത് ഇന്നലെ ഉപ്പിലിട്ട് വെച്ചാണ്. നെല്ലിക്ക ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇന്ന് രാവിലെ ഞാൻ ഇട്ടിട്ടുണ്ടായിന്. അതിൽ എനിക്ക് സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ആദ്യം ഞാൻ താങ്ക്സ് പറയുന്നത്. അപ്പോൾ ഇതാ എൻ്റെ പരിപ്പ് കറിയെല്ലാം 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ തുറന്ന് നോക്കി. എല്ലാം വെന്തിട്ടുണ്ട്. നല്ല ഉപ്പെല്ലാം ഉണ്ട്. കുറച്ചും കൂടി വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ പരിപ്പ് ഇങ്ങനെ കുറച്ച് കട്ടയാണെങ്കിൽ നമുക്ക് ചൂടുവെള്ളം കൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു തരി ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുവും കറിവേപ്പിലയും ചുവന്നമുളകും കൂടി വറുത്തിടുകയാണ് വേണ്ടത്. അപ്പോൾ പരിപ്പ് കറിയുടെ ഈസിയായ പരിപ്പ് കറിയുടെ റെഡിയാവും കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പരിപ്പ് കറി റെഡിയാക്കാമല്ലോ. തേങ്ങയൊന്നും അരക്കില്ല. ഇത് പണ്ടേ അമ്മ നമുക്ക് ഉണ്ടാക്കി തരുന്ന പരിപ്പ് കറിയാണ് കേട്ടോ. അമ്മ പഠിപ്പിച്ച പരിപ്പ് കറി. ഇത് മീനിൻ്റെ കൂടെയെല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ. പുളിയും മുളകെല്ലാം ഇട്ട മൊളീഷ്യം മീൻ കറിയില്ലേ, അതിൻ്റെ കൂടെ ഈ പരിപ്പ് കറി നല്ല ടേസ്റ്റാണ്. അതുപോലെ ഇന്നലെ ഞാൻ തോരക്കറി വെച്ചിന്. അതും അങ്ങനത്തെ മീൻ കറിയുടെ കൂടെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി വറുത്തിട്ട് അതേ പാനിൽ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുഞ്ഞുമത്തിയെല്ലാം പറക്കി വെക്കട്ടെ. കുറേ കുഞ്ഞുമത്തിയെല്ലാം ഉണ്ട്. അതിൽ നിറച്ച് ഇങ്ങനെ വരിക്ക പറക്കി വെക്കണം. കുറച്ച് മുറിക്കാനും എല്ലാം പണിയാണ്. എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ കുഞ്ഞുമത്തിക്ക്. അപ്പം ഇതാണ് കേട്ടോ പരിപ്പ് കറി. വെള്ളം പോലെയില്ല. എന്നാൽ കുറച്ച് വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് കട്ടിയാവേ. അപ്പോൾ കുഞ്ഞുമത്തിയെല്ലാം മറിച്ചിട്ടിട്ടെല്ലാം റെഡിയായി കേട്ടോ എനിക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നാളെ നല്ല വിശേഷമായിട്ട് കാണാം. ബൈ.